വല്ലതും സലാത്തിലേക്ക് വല്ലതും എന്ന് പറഞ്ഞുകൊണ്ടാണ് യാചിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് യാചിക്കുന്നത്? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഭാര്യാസന്താനങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മൾ ഈ തെരുവിലൂടെ യാചിക്കാൻ അറക്കുന്നവരും അടിക്കുന്നവരുമാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ഭാര്യാസന്താനങ്ങളെക്കാൾ മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ദുആ ചെയ്യാൻ, സ്വലാത്ത് ചൊല്ലുവാൻ അങ്ങാടി ഇറങ്ങി യാചിക്കുകയും ആ യാചിച്ച കാശ് കൊണ്ട് മധുര പലഹാരങ്ങളും നെയ്ച്ചോറും ബിരിയാണിയും വെച്ച് തിന്നുകൊണ്ട് മാത്രമാണ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും റബീഉൽ അവ്വലിൽ മാത്രമല്ല, വെള്ളിയാഴ്ച രാവിൽ മാത്രമല്ല, അറബി മാസത്തിലെ ഏതെങ്കിലും രാവിൽ മാത്രമല്ല, എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരാണ് മുജാഹിദുകൾ. നബിയുടെ പേര് കേൾക്കുമ്പോൾ, അതുപോലെ ബാങ്ക് വിളി കേൾക്കുമ്പോൾ പല സ്ഥലത്തും കാണാം ഒരു ബിദ്അത്ത്. ബാങ്കിന്റെ മുമ്പ് ഒരു സലാത്ത്, അള്ളാഹുവിന്റെ പേരിന്റെ മുമ്പിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദ്, ബാങ്കിനേക്കാൾ ശബ്ദത്തിൽ സ്വലാത്ത്. അവിടെ ആരാണ് സ്വലാത്ത് പഠിപ്പിച്ചത്? ബാങ്കിന്റെ മുമ്പ് മദ്ഹബിന്റെ ഇമാമുകളോ അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലോ ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് പഠിപ്പിക്കുന്നില്ല. അവിടെ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. അള്ളാഹുവിന്റെ പേരിന്റെ മുമ്പിൽ ഒരു സ്വലാത്ത് വരാൻ പാടില്ല, നബിയുടെ പേര് വരാൻ പാടില്ല. എന്നാൽ ബാങ്ക് കേട്ടാൽ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഇദാ സമീഅതുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂലു സുമ്മ സല്ലു അലയ്യ ഫഇന്നഹു മൻ സല്ല അലയ്യ സല്ലല്ലാഹു ബിഹാ അലൈഹി അശറ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ദീർഘമായ ഹദീസിൽ നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, മുഅദ്ദിനെ കേട്ടാൽ അതുപോലെ പറയുക. അതിനുശേഷം എനിക്ക് സ്വലാത്ത് ചൊല്ലുക, പിന്നെ എനിക്ക് വസീലയെ ചോദിക്കുക. ബാങ്ക് കേട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ തുടങ്ങിയ ഈ കാര്യങ്ങൾ ഈ സമുദായത്തെ നമ്മുടെ ആളുകൾ പഠിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു നിക്കാഹിന്റെ സദസ്സിൽ, ഒരു കല്യാണ സദസ്സിൽ അവിടെ ഒരു പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് നീ ഇറങ്ങിക്കോ എന്ന് പറയാൻ തയ്യാറില്ല. അതുപോലെ ഒരു നിക്കാഹ് കഴിഞ്ഞാൽ പ്രവാചകന്റെ ചര്യ പ്രകാരം ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ അലൈക്കുമാ ഫിൽ ഖൈർ എന്ന് എല്ലാ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്ന പ്രവാചകന്റെ ചര്യ നമ്മുടെ സമുദായത്തിൽ നിന്ന് എടുത്തുപോയിരിക്കുകയാണ്. കാരണം അത് ജനങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ, ജനങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ ആ പ്രാർത്ഥനയുടെ പേരിൽ കൈമടക്ക് വാങ്ങാൻ ഉസ്താദുമാർക്ക് സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നിലക്കും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ കേരളത്തിൽ ഉള്ളത്, ലോകത്തുള്ളത് സലഫി പ്രസ്ഥാനം മാത്രമാണ്. കേരളത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമാണ്. അത് ദിക്റിന്റെ കാര്യത്തിലായാലും ശരി, ദിക്ർ ഹൽക്ക, ദിക്ർ വാർഷികം, ദിക്ർ 2ാം വാർഷികം, ദിക്ർ 3ാം വാർഷികം, 14 നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം, നബിയുടെ ഉമ്മത്ത് സ്വലാത്ത് ദിക്ർ ചൊല്ലാൻ ആരംഭിച്ചിട്ട്. പക്ഷേ ഇപ്പോഴാണ് സ്വലാത്ത് വാർഷികം, എപ്പോഴാണ് ദിക്ർ ചൊല്ലേണ്ടത്, എപ്പോഴാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ഇരുന്നുകൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ് അവർ. അതിന് വട്ടം കൂടേണ്ട ആവശ്യമില്ല. അതിന് ഒരു പ്രത്യേക മാസത്തെ തിരഞ്ഞെടുക്കേണ്ടതില്ല, ഒരു ദിവസത്തെ തിരഞ്ഞെടുക്കേണ്ടതില്ല. നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. 27 രാവിൽ തൗബക്ക് ചൊല്ലിക്കൊടുത്താൽ മാത്രം പോരാ, ഓരോ മനുഷ്യനും ദിനം പ്രതി 100 അതിലേറെയും പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതൊന്നും കാശിന്റെയോ ഹൽക്കയുടെയോ വാർഷികത്തിന്റെയോ സംഭാവനയുടെയോ ആവശ്യമില്ല. ഓരോ മനുഷ്യനും സ്വന്തമായി ചെയ്യേണ്ടതാകുന്നു. അതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാൽ, ഒരക്ഷരം ഓതിയാൽ 10 ഇരട്ടി പുണ്യമുണ്ട്. അലിഫ് ലാം മീം അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരക്ഷരം, ലാം ഒരക്ഷരം, മീം ഒരക്ഷരം. ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഓതിയാൽ ഒരക്ഷരത്തിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച, പ്രതിഫലം വാഗ്ദാനം ചെയ്ത ഖുർആൻ ഉണ്ടായിട്ട് ഈ മാനവ സമൂഹത്തിന്റെ സമയം ഒരു പ്രതിഫലവും വാഗ്ദാനം ചെയ്യപ്പെടാത്ത മാലയും മൗലൂദിനുമായി ഈ ചെലവഴിക്കപ്പെടുകയാണ്. അള്ളാഹു നൽകിയ ആയുസ്സും അള്ളാഹു നൽകിയ ശരീരവും അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ആയുസ് ചെലവഴിച്ചുകൊണ്ട് മരിച്ചുപോയാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഒരിക്കലും ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് യഥാവിധി കേട്ടുപഠിച്ചു മനസ്സിലാക്കുകയും നന്മയുടെ കാര്യത്തിൽ ഈ ഉസ്താദുമാരുടെ കാര്യങ്ങൾ മാത്രം കേൾക്കാതെ എല്ലാം കേട്ടുകൊണ്ട് അതിൽ ഉത്തമമായതിനെ പിൻപറ്റുകയും ചെയ്യുക എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നബിയെ തഖ്ലീദ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, റസൂൽ അനുസരിക്കുക. ഇവിടെ നബിയെ സ്നേഹിക്കുന്ന ആളുകൾ പ്രവാചകനെ തഖ്ലീദ് ചെയ്യാൻ സന്നദ്ധരല്ല.
പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, നിങ്ങൾ ആദ്യമായിട്ട് അന്ധമായി തഖ്ലീദ് ചെയ്യേണ്ടത് പ്രവാചകനെയാകുന്നു. എന്താ കാരണം? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, വഹി നൽകപ്പെടുന്ന വഹി അല്ലാതെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഹി പ്രകാരം സംസാരിക്കുന്ന പ്രവാചകനെ തഖ്ലീദ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. കാരണം മദ്ഹബിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഴയ സുന്നി അഫ്കാരെടുത്ത് വായിച്ചു നോക്കി. അതിലെ ഒരു ചോദ്യോത്തരത്തിൽ എഴുതിയത് വളരെ രസാഭാഗമാണ്. കാരണം ഒരു ചോദ്യം, ഒരു ഷാഫി മദ്ഹബുകാരന് ഒരു ഹനഫിക്കാരനെ തുടർന്ന് നമസ്കരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. നാലൊരു മദ്ഹബ് സ്വീകരിക്കാത്തവൻ ളാലുമുല്ലുമാണെന്നാണ് ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ മദ്ഹബ് പിൻപറ്റാത്ത ആളുകളാണ്, വഴി പിഴച്ചവരാണ്, വഴി പിഴപ്പിക്കുന്നവരാണ് എന്നാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു മദ്ഹബ് പിൻപറ്റിയാൽ മുസ്ലിമാണല്ലോ. പക്ഷേ ഒരു ഷാഫിയായ മുസ്ലിം ഒരു ഹനഫിയായ മുസ്ലിമിനെ തുടരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന സന്ദേശമാണ് നമ്മുടെ ഉസ്താദുമാർക്ക് നൽകാനുള്ളത്. സുന്നി അഫ്കാറിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയായിരുന്നു, ഒരു ഷാഫി മദ്ഹബുകാരന് ഹനഫിക്കാരനെ തുടരാൻ പാടുണ്ടോ? അവിടെയുള്ള മറുപടി, ഒരു ഷാഫിക്കാരൻ ഹനഫിക്കാരനെ തുടരാം, എന്നാൽ ഹനഫി മദ്ഹബിൽ സ്ത്രീയെ തൊട്ടാൽ ഒളു മുറിയുകയില്ല. ഒരു ഹനഫി മദ്ഹബുകാരൻ സ്ത്രീയെ തൊട്ട് വുളു എടുത്തതിനു ശേഷം സ്ത്രീയെ തൊടുകയും നമസ്കരിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഒരു ഷാഫിക്കാരൻ അയാൾ തുടരാൻ പാടില്ല. ഒരു ഹനഫി മദ്ഹബുകാരൻ വീട്ടിൽ നിന്ന് വുളു എടുത്ത് ഭാര്യയ്ക്ക് സലാം കൊടുത്തു പോകുന്നു, പള്ളിയിൽ നമസ്കരിക്കുക. ബേക്കൽ ഒരു ഷാഫി വന്നു, ഷാഫിക്കാരൻ കണ്ടിരുന്നു, എന്നാൽ ഷാഫിക്കാരൻ അയാൾ തുടരാൻ പാടില്ല എന്നാണ്. ഇനി തുടരണമെങ്കിൽ ഒരു ചപ്പടി വിദ്യയുണ്ട്. എന്താണ്? ആ ഇമാമായ ഹനഫി മദ്ഹബുകാരന്റെ പിറകിൽ നിൽക്കുക, എന്നിട്ട് ഞാനിപ്പോൾ ഹനഫിയായിരിക്കുന്നു എന്ന് നീയത്ത് മാറ്റിപ്പിടിക്കുക. ഹജ്ജിന് പോകുമ്പോൾ അവിടെ മക്കയിൽ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ 7 പ്രാവശ്യം തവാഫ് പൂർത്തിയാക്കുമ്പോഴേക്ക് വേണമെങ്കിൽ 70ഓളം സ്ത്രീകളെ തൊട്ടിരിക്കും. കാരണം ഇവിടെ പറയും പോലെ ഒന്നുകൊണ്ട് മാറിക്കും, എനിക്ക് ഒന്നുകൊണ്ട് മുറിഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ ഉസ്താദുമാർ പറയും, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഇതാ അവിടെ പോയാലുണ്ടല്ലോ സ്ത്രീകളെ തൊടും, ഉളു മുറിയും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മദ്ഹബ് മാറ്റിപ്പിടിക്കുക. അപ്പോ സമസ്തയുടെ SYSന്റെ SKSFന്റെ ഒക്കെ കീഴിൽ ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒരു നിയ്യത്ത് തൽക്കാലം കരിപ്പൂരിൽ വെച്ച് എന്താണ്, ഞാനിപ്പോൾ ഹനഫിയായിരിക്കുന്നു. ഹജ്ജ് കഴിഞ്ഞ് അവിടെ പോയി സ്വന്തം ഭാര്യയല്ല ഏത് സ്ത്രീയെ തൊട്ടാലും ശരി ഉളു മുറിയൂല. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് കരിപ്പൂരിൽ ഇറങ്ങിയ ഉടനെ ഞാനിപ്പോൾ ഷാഫി തന്നെയായിരിക്കുന്നു. ഇങ്ങനെ മുസ്ലിം സമുദായത്തെ മദ്ഹബിന്റെ പേരിൽ തളച്ചിടുകയും എന്നിട്ട് നമസ്കാരത്തിന് പോലും തുടരാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഭിന്നിപ്പിന്റെ സന്ദേശമാണ് നമ്മുടെ ഉസ്താദുമാർ ഇന്നും സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ അടുത്തൊരു സുന്നി വോയിസിൽ ഞാൻ വായിക്കുകയുണ്ടായി, പുകവലി, അതുപോലെ റോജ, ഹാൻസ് ഇതൊക്കെ ഹറാമാണോ? മറുപടി നിങ്ങൾക്ക് രസാഭാഗമാണ്. പുകവലിയും റോജയും ഹാൻസുമെല്ലാം ശരീരത്തിന് ഹാനികരമുണ്ടാക്കുന്നെങ്കിൽ അത് ഹറാമാണ്, ഹാനികരമുണ്ടാക്കുന്നില്ലെങ്കിൽ അത് ഹറാമാണ്. അതുപോലെ ശരീരത്തിന് ഹാനികരമുണ്ടാക്കുന്ന അവസ്ഥയിൽ സിഗരറ്റ്, ബീഡി വിൽക്കൽ ഹറാമാണ്, എന്നാൽ ശരീരത്തിന് ഹാനികരമില്ല എന്ന് കണ്ടാൽ വിൽക്കൽ കറാഹത്തുമാണ്. ഈ രൂപത്തിൽ ജനങ്ങളെ ഒരു ചോദ്യം കൊടുത്താൽ, ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയാതെ അങ്കലാപ്പിലാക്കി വിടുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് വിരുദ്ധമായി പ്രവാചകന്റെ ചര്യ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം ഇതിന്റെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന്, പ്രസംഗങ്ങളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന് കേട്ടു മനസ്സിലാക്കി അതിനെക്കുറിച്ച് നിങ്ങളുടെ ഉസ്താദുമാരുമായി സംസാരിച്ച് അതിൽ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റുക. എല്ലാവരും ഇതിൽ പിൻപറ്റിക്കൊള്ളണമെന്നില്ല. നമ്മളത്തെ പറഞ്ഞാലും ശരി 73 വിഭാഗത്തിൽ 72 അപ്പുറത്തായിരിക്കും. അതിൽ മാന അലൈഹി വസ്ഹാബി അൽ ജമാ എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞ ഒരു സംഘം അത് വളരെ കുറച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ അൽ ജമാഅത്തിൽ, ആ മാന അലൈഹി വസ്ഹാബിയിൽ പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചുകൊണ്ട് തൗഹീദിൽ നിന്നും സുന്നത്തിൽ നിന്നും പിന്മാറി നിൽക്കുന്ന അനേക ആയിരം സഹോദരന്മാർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെ അവന്റെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8 വർഷം ദർസിൽ പഠിക്കുകയും ഉപരിപഠനാർത്ഥം ബാംഗ്ലൂരിലെ സബഉൽ റഷാദിൽ റഷാദി ബിരുദം നേടുകയും
അടിമാലി 10-ാം മൈലിൽ ഖത്തീബുമായിരിക്കെ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ഉസ്മാൻ